പുതിയ സാമ്പത്തിക വർഷം 2 മാസം മാത്രം പിന്നിട്ടപ്പോൾ കേരളത്തിന്റെ പുതിയ കടമെടുപ്പ് 10,000 കോടിയിൽ. ഇ-കുബേർ വഴി 3,000 കോടി കൂടിയാണ് നാളെ വായ്പ എടുക്കുന്നത്. അനുവദിച്ച വായ്പാ പരിധി ഓണത്തിന് മുമ്പേ തീർന്നേക്കും. ഡിസംബർ വരെ എടുക്കാവുന്ന വായ്പ 29,529 കോടി രൂപ. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച തുർക്കിക്കെതിരെ കൂടുതൽ നടപടികൾ. ഇൻഡിഗോ എയർലൈൻസ് ടർക്കിഷ് എയർലൈൻസുമായുള്ള ബന്ധം വിടുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബോയിങ് 777 വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി കരാർ ടർക്കിഷ് ടെക്നിക് കമ്പനിക്ക് നൽകേണ്ട എന്ന് എയർ ഇന്ത്യ തീരുമാനിച്ചു. ജപ്പാനിലെ രണ്ടാമത്തെ ബാങ്കിംഗ് ഗ്രൂപ്പായ സുമിറ്റോമോ മിത്സുയി ബാങ്കിംഗ് കോർപ്പറേഷൻ ഇന്ത്യയിൽ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപകമ്പനി സ്ഥാപിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി തേടുന്നു. യെസ് ബാങ്ക് ഓഹരികൾ ഏറ്റെടുക്കാൻ ഇതിനകം കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില 2 തവണ വർദ്ധിച്ചു. രാവിലെ പവന് 240 രൂപയായിരുന്നു കൂടിയത്. രാജ്യാന്തര വില പിടിവിട്ടുയർന്നതോടെ ഉച്ചയ്ക്ക് ശേഷം പവനിൽ 880 രൂപ കൂടി. യുക്രൈൻ റഷ്യ സംഘർഷം രൂക്ഷമായതാണ് രാജ്യാന്തര വിലയിൽ വർധനയ്ക്ക് കാരണമായത്. ഗ്രാമിന് ഇപ്പോൾ 9,060 രൂപ. ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ സ്ഥാപിച്ച ലീല ഹോട്ടൽസ് ഇപ്പോൾ നയിക്കുന്ന ഷ്ലോസ് ബാംഗ്ലൂരിന് ആവേശം ചോർന്ന ഓഹരി വിപണി പ്രവേശനം. IPO വിലയേക്കാൾ 7% ഇടിഞ്ഞ് 406 രൂപയിലാണ് ഓഹരി ലിസ്റ്റ് ചെയ്തത്. 413, 435 രൂപയായിരുന്നു IPO വില. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.